നെന്മാറ വല്ലങ്ങി വേല. നെല്ലികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. നെന്മാറ വല്ലങ്ങി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണിത്. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലികുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ നെന്മാറ വല്ലങ്ങി വേല ആഘോഷിക്കുന്നത്. വലിയ ആഘോഷമാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് ഈ വേല കൂടാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. വേല എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം. നമ്മൾ ഏകദേശം വേല തുടങ്ങാറായിപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ ചെന്നു കേട്ടോ. ഇപ്പം ഈ ആനകളുടെ കുറച്ച് പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 9 ആനകളുടെ കുറച്ച് ആചാരങ്ങൾ പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തീരണ സമയത്താണ് നമ്മളവിടെ ചെന്നത്. വൈകിട്ട് കൃത്യം ഒരു 7 മണി 7:15 കൂടിയാണ് ഒന്നാമത്തെ വെടിക്കെട്ട് തുടങ്ങുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ആൾക്കാർ, അത്രമാത്രം ജനക്കൂട്ടമാണ്. കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുമാണ് ആൾക്കാർ വരുന്നത്. നമ്മൾ പൂഴി വാരി മുകളിലേക്ക് എറിഞ്ഞാൽ താഴെ ചാടില്ലാത്ത രീതിയിൽ അത്രയും ജനങ്ങൾ അവിടെ ഉണ്ട്. അതും നമ്മുടെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ ബസ് വിളിച്ചാണ് ആൾക്കാർ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അടിപൊളി പ്രോഗ്രാമാണ്. ഏകദേശം 7:30 കൂടി ഒന്നാമത്തെ വെടിക്കെട്ട് തുടങ്ങാറായി. അപ്പോൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കേട്ടോ. ഇത് ആദ്യം തന്നെ വല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് തുടങ്ങിയത്. ഈ വെടിക്കെട്ട് കുറേ സമയം നീണ്ടു നിൽക്കും. ആ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് തുടങ്ങുന്നത്. നമുക്കിപ്പോൾ വല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ട് ആസ്വദിക്കാം.
എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത വെടിക്കെട്ടായിരുന്നു കേട്ടോ വല്ലങ്ങി ദേശത്തിൻ്റെ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും ഗ്യാപ്പിൽ, അതായത് ഈ വെടിക്കെട്ട് നടക്കുന്നതിന് ഒത്തിരി ബാക്കോഡിലാണ് നമ്മൾ നിന്നത്. നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. സാധാരണ എല്ലാവരും പാടത്തിറങ്ങി നിൽക്കാറ്. പാടത്ത് തവണ വെള്ളം ആയതുകൊണ്ട്, ചെളി ആയതുകൊണ്ട് പാടത്തേക്ക് ആരും ഇറങ്ങിയില്ല. അതുകൊണ്ട് കുറച്ച് ഇറങ്ങിയാണ് നമ്മൾ നിന്നത്. അവിടെ നിന്നിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അതുപോലെ ബാസായിരുന്നു കേട്ടോ വെടിക്കെട്ടിന്. ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടികളായിട്ടൊന്നും വരാണ്ടിരിക്കുക. കുട്ടികളായിട്ട് വരുവാണെങ്കിൽ തന്നെ മാറി നിൽക്കുക. കാരണം അതുപോലത്തെ വെടിക്കെട്ടാണ്. ഭയങ്കര കിടിലം വെടിക്കെട്ടാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ കുറച്ച് മാറ്റി നിർത്തണം കേട്ടോ. ഇനി നമുക്ക് നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് ശ്രമിക്കാം. പുറമെ കണ്ടത്തിനെ പിടിക്കുന്നില്ല. വന്നേക്കാരെ
എൻ്റെ മോനെ വൈബ് പൊട്ടിക്കല്. എൻ്റെ പൊന്ന് വല്ലങ്ങി ദേശത്തിൻ്റെ അപ്പുറം പൊട്ടിക്കലായിരുന്നു കേട്ടോ നെന്മാറ ദേശത്തിൻ്റെ. കാരണം ഇവർ തമ്മിൽ ഭയങ്കര മത്സരമാണ്, ആരാണ് ഏറ്റവും കിടിലമായിട്ട് പൊട്ടിക്കണെന്നുള്ളത്. അതിൻ്റെ അകത്ത് നെന്മാറ ദേശം ഒരു രക്ഷയിലായിരുന്നു, കിടിലം പൊട്ടിക്കലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെന്മാറ ദേശം ഈ പറയുന്ന പോലെ വെടിക്കെട്ട് നടത്തുന്നതിൻ്റെ ഏകദേശം അടുത്താണ് നമ്മൾ നിന്ന്. അതുകൊണ്ട് നമ്മുടെ കിളി പോയി എന്ന് തന്നെ പറയാം. കാരണം അതുപോലത്തെ ബാസും അതുപോലത്തെ രീതിയിൽ ഞാൻ ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തിക്കലും തിരക്കിലും മാത്രമല്ല, ആ ഈ വെടിക്കെട്ടിൻ്റെ ശരിക്കും ആ ഒരു മുഴക്കം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കാരണം അത്രമാത്രം അടുത്താണ് നമ്മളത്. അതുപോലെ കിടിലം വെടിക്കെട്ടായിരുന്നു നെന്മാറ ദേശത്തിൻ്റെ. പക്ഷെ വല്ലങ്ങി ദേശത്തിനേക്കാളും ഒരു പടി മുകളിലായിരുന്നു, ഒരു പടിയല്ല 2-3 പടി മുകളിലായിരുന്നു നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് കേട്ടോ. ഇതുപോലെ തിരക്കാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വേലയ്ക്ക് വരുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണ് കൂടുതൽ പേര്. ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, മക്കളായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കുറച്ച് മാറി ദൂരെ നിൽക്കുക. കാരണം ഇതുപോലെ തിക്കിലും തിരക്കിലും പെടാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ തിരക്കിലാണ് നിന്ന് ആ സമയത്ത് ഒരുപാട് ഫാമിലീസിനും കുട്ടികളെയൊക്കെ ആയിട്ട് കുറേ പേര് വന്നപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാരണം തിക്കും തിരക്കും കാരണം മാത്രമാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത്. കാരണം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ദൂരെ മാറി നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ ഉന്തലും തള്ളലും ഒക്കെ വരും, അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു മൂലയ്ക്ക് നിന്നത് കാര്യം. ഒരു തിരക്കിൻ്റെ ഇടയിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. പെട്ടി ഓട്ടോറിക്ഷയിൽ ഐസ്ക്രീം വണ്ടി ആയിരുന്നു. ഐസ്ക്രീം വണ്ടിയുടെ അവിടെ ചാരിയാണ് നിന്നത്. ആ തിക്ക് മൊത്തം നമ്മുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി പൊക്കം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം ഇങ്ങനെ പൊങ്ങിയൊക്കെ നിന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തോട്ടോ. കാരണം അതുപോലെ തിരക്കായിരുന്നു, അതുപോലെ തിക്കും തിരക്കും ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മാറി നിന്ന് കാണുക. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 7 മണിക്കാണ് വെടിക്കെട്ട് തുടങ്ങണമെങ്കിൽ ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേനും ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് നിൽക്കാനും ഇരിക്കാനൊക്കെ സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഫാമിലീസൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവരൊരു പായൊക്കെ ആയിട്ട് വരും കേട്ടോ. പായൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് അവരൊരു 7 മണി 7:30 വെടിക്കെട്ട് കാണാൻ വേണ്ടി ഇരിക്കും കേട്ടോ. ആ 7 മണി 7:30 വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ആദ്യം നടന്നത് വല്ലങ്ങി ദേശത്തിൻ്റെ ആണെങ്കിൽ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്നത്. ആ നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് ഏകദേശം ഒരു 9 മണിയോടെ നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ വെടിക്കെട്ടുള്ളത് പുലർച്ചെയാണ്. പുലർച്ചെ 4 മണിക്ക് 5, 6 ആ ടൈമിലാണ് പിന്നെ വെടിക്കെട്ടുള്ളത്. അപ്പോൾ ഈ വെടിക്കെട്ടിന് വന്നേക്കുന്നവർ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പായം ഒക്കെ ആയിട്ട് വന്നേക്കുന്നവരുണ്ടല്ലോ, അവർ അവിടെ തന്നെ ഇരിക്കുക. ആ പായം തലവണയ്ക്കായിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് രാവിലത്തെ വെടിക്കെട്ട്, അതായത് പുലർച്ചയിലെ വെടിക്കെട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ മടങ്ങി പോകുന്നത്. അതുപോലെ ഫേമസ് ആണ് ഈ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറഞ്ഞാൽ. ഏഷ്യയിലെ 1 ഓഫ് ദ ബിഗ്ഗസ്റ്റ് വെടിക്കെട്ട് തന്നെയാണ് ഈ നെന്മാറ വല്ലങ്ങി വേല. ഒരു രക്ഷയിലാട്ടോ, അതുമാതിരി ആൾക്കാരെ വന്നെ. ഇപ്പം ഈ ആംബുലൻസ് പോകണമുണ്ട്, അത് പലരും തിക്കിലും തിരക്കിലൊക്കെ പെട്ട് തല അറിഞ്ഞ് വീഴാം, അല്ലെങ്കിൽ പ്രഷർ കൂടി അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞ് വീഴാം, അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഫാമിലീസിനെ കൊണ്ടുവരുമ്പോൾ. ഫാമിലീസ് മാത്രമല്ല കേട്ടോ, ആര് വന്നാലും ഇപ്പം നമുക്കൊക്കെ ആണെങ്കിലും തിക്കും തിരക്കൊക്കെ വരുമ്പോൾ നമ്മൾ അധികം തിക്കിലും തിരക്കിലും പോകാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കും സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം തിക്കും തിരക്കും ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കുമെന്ന് പറഞ്ഞതിന്റെ കാരണം. ഇതാണ് വല്ലങ്ങി ദേശത്തിന്റെ അമ്പലം കേട്ടോ. തൊട്ട് ഓപ്പോസിറ്റ് ആണ് നെന്മാറ ദേശത്തിന്റെ അമ്പലം ഉള്ളത്. ഈ 2 നാട്ടുകാർ തമ്മിലാണ് വെടിക്കെട്ടിൽ മത്സരമുള്ളത് കേട്ടോ. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. ഭയങ്കര കിടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത്. അതുപോലെ വേറെ ലെവല്, നെക്സ്റ്റ് ലെവലിൽ നിൽക്കുന്ന വെടിക്കെട്ടാണിത്. 3 ദിവസമായിട്ടാണ് ഇവിടെ നെന്മാറ വല്ലങ്ങി വേല നടക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഈ വെടിക്കെട്ട്. അതായത് കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാരൊക്കെ വരുന്ന ആഘോഷിക്കുന്നത് 1-ാം ദിവസമാണ്. 2-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആ പാലക്കാട് പ്രദേശത്തുള്ള ഫാമിലീസ് കൂടുതലും വരുന്ന ദിവസമാണ് 2-ാമത്തെ ദിവസം. അപ്പം അതുപോലെ സെറ്റപ്പായിട്ടാണ് അവിടെ ആഘോഷിക്കുന്നത് കേട്ടോ. 3-ാമത്തെ ദിവസം അതുപോലെ തന്നെ ഫാമിലീസാണ് കൂടുതലും വരുന്നത്. ഈ ആദ്യത്തെ ദിവസമാണ് ഈ കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ മാസത്തിലാട്ടോ നെന്മാറ വല്ലങ്ങി വേല നടക്കാറ്. ഇവിടെ വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്നവരാണോ അല്ലെങ്കിൽ മറ്റേത് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ പാലക്കാട് നെന്മാറയ്ക്ക് ബസ് കയറുക, അല്ലെങ്കിൽ നെന്മാറ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി. കറക്റ്റ് ഈ നെന്മാറ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ.